CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ കുറ്റിപ്പുറം പാതയുടെ അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. KSTP കുറ്റിപ്പുറം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SM അഷ്റഫിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. അണ്ടത്തോട് സെന്ററിൽ ബൈക്ക് തടഞ്ഞു നിർത്തി യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. അണ്ടത്തോട് മേത്തി വീട്ടിൽ ഇക്ബാലിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ ജില്ലാ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന്റെ തണൽ ഭവന പദ്ധതിയിലൂടെ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ മുൻ NSS വളണ്ടിയറിനായി നിർമ്മിച്ച കുന്നംകുളം ക്ലസ്റ്ററിലെ ആദ്യ സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. ഇതോടൊപ്പം ഡിമെൻഷ്യ പകൽവീട് സ്മൃതി പദത്തിലേക്കുള്ള ജില്ലാതല സഹായ വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പൂർണ്ണമായും തകർന്ന തൃശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ഉടനടി ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് SDPI മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൽ ഖാദർ മരണം വരെ നിരാഹാര സമരം നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വേലൂർ പഞ്ചായത്തിലെ 12ാം വാർഡിലെ 76ാം നമ്പർ മണിമലർക്കാവ് അങ്കണവാടിയിൽ ഗേറ്റ് നിർമ്മിച്ചുവെന്ന് കാണിച്ച് പണം തട്ടിയെടുത്ത സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ LDF പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്ന് കോൺഗ്രസ് മെമ്പർമാർ. 2015-16 സാമ്പത്തിക വർഷത്തിലാണ് കേസിനാസ്പദമായ സംഭവം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കണ്ടാണശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. മറ്റം കരിസ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ വില്ലന്നൂർ കാരുകുളം ശ്രീ ശിവ വിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം 1 മുതൽ നടന്നുവരുന്ന രാമായണ പാരായണം ഞായറാഴ്ച ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയോടെ സമാപിക്കും. ഹൈവേ അതോറിറ്റിയുടെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ മന്ദലാംകുന്ന് പ്രദേശത്തെ ജനങ്ങളെ നിരന്തരമായ തീരാ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി പറഞ്ഞു. MLAയുടെ പിടിപ്പുകേടാണ് ഇതിന് കാരണമെന്നും മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി ആരോപിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് സ്വന്തമായി വാഹനം ലഭിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്നും 3,30,000 രൂപ ചെലവഴിച്ചാണ് കടവല്ലൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് സ്വന്തമായി വാഹനം ലഭ്യമാക്കിയത്. ചിറനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഞായറാഴ്ച പട്ടിക്കര MMLP സ്കൂളിൽ സജ്ജമാക്കുന്ന പോളിംഗ് കേന്ദ്രത്തിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് വോട്ടെടുപ്പ്. VK മോഹനൻ കാർഷിക സംസ്കൃതി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരുമനൂർ പഞ്ചായത്ത് കമ്മിറ്റി ജൈവ പച്ചക്കറിത്തോട്ട നിർമ്മാണം ആരംഭിച്ചു. അമൃത സ്കൂൾ പരിസരത്ത് മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയായ DG കേരളം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സംഘാടക സമിതി യോഗവും വളണ്ടിയർമാർക്കുള്ള പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. എടക്കഴിയൂർ CD സാഹിബ് സ്കൂളിൽ നടത്തിയ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിർമ്മാണ മത്സരം വൈസ് പ്രിൻസിപ്പൽ ജോഷി ജോർജ് ഉദ്ഘാടനം ചെയ്തു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി എയ്യാൽ കാർത്തിയേനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. കേരളത്തെയും സ്ത്രീ സമൂഹത്തെയും അവഗണിച്ച കേന്ദ്ര സർക്കാർ ബജറ്റിനെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരുവത്ര, മണത്തല, ചാവക്കാട് ഈസ്റ്റ് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. വേലൂർ രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC +2 വിജയികളെ ആദരിക്കാനായി വിജയോത്സവം സംഘടിപ്പിച്ചു. പഴഞ്ഞി മാർ ഡൈനിഷ്യസ് കോളേജിലെ NCC SD യൂണിറ്റ് 25ാമത് കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. പുന്നൂർക്കുളം ചമ്മന്നൂർ കടപ്പായി സ്വദേശിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. താഴത്തേൽ വീട്ടിൽ ചക്കന്റെ മകൻ 64 വയസ്സുള്ള രാധാകൃഷ്ണനാണ് മരിച്ചത്. അമല മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം ആർത്താറ്റ് ആരംഭിച്ച ഗ്യാസ്ട്രോ കാർഡിയോ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ 1 മണിവരെയാണ് ക്യാമ്പ്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പ്രകൃതി സംരക്ഷണ ദിനം ആചരിച്ചു. ജൂലൈ 27 CMPയുടെ 39ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് അയ്നൂരിൽ CMP പതാക ഉയർത്തി. പുന്നീർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റും മലപ്പുറം ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുമായി സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് വിളംബര ജാഥയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ സ്കൂളുകളിൽ ദീപശിഖ തെളിയിച്ചു, റാലിയും നടത്തി.
വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് ആയുഷ് യോഗ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സൗജന്യ യോഗ പരിശീലന ക്ലാസ്സിൽ 3ാമത് ബാച്ച് പരിശീലനം പൂർത്തിയാക്കി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.